ഇന്നലെ രാത്രി വൈകിയും ഗവർണർ SFI ബാനർ പോര. പോലീസിനെ കൊണ്ട് അഴിപ്പിച്ച ബാനറുകൾക്ക് പകരം മിനിറ്റുകൾക്കുള്ളിൽ മറുപടിയുമായി SFI ബാനറുകൾ നിരത്തി. ബാനറുകളിൽ കണ്ടത് മൂർച്ചയേറിയ വാക്കുകൾ. ലഹരി ഉപയോഗമെന്ന ആരോപണത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള എഴുത്തുകളും മുദ്രാവാക്യങ്ങളും. റോഡിൽ പോലും എഴുത്ത്. ഗവർണർക്കെതിരെ ചിത്രങ്ങളും അണിനിരന്നു. SFIയുടെ ശക്തമായ പ്രതിഷേധത്തിനിടെ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലെ അതിഥി മന്ദിരത്തിൽ ഗവർണറുടെ 3ാം ദിനമാണിന്ന്. ഗവർണർ സർവകലാശാല ക്യാമ്പസിൽ പൊതുപരിപാടി നടത്തുമ്പോൾ സർവ്വശക്തിയുമെടുത്ത് പ്രതിഷേധിക്കാനാണ് SFI ഒരുങ്ങുന്നത്. അതേസമയം ഗവർണറുടെ നിലപാടിലും അണുവിട മാറ്റമില്ല. സർവകലാശാലയുടെ പടികയറ്റില്ലെന്ന SFIയുടെ വെല്ലുവിളി ആദ്യ ദിവസം ഗവർണർ മറികടന്നു. എന്നാൽ ഇന്നലെ ഒരു കടമ്പ കടന്ന SFI ആസൂത്രണം നടത്തി. അതായത് ബാനറുകൾ ഗവർണർ അയച്ചാൽ മറുപടിയായി 100 എണ്ണം നിരത്താൻ SFI സജ്ജമായിരുന്നു. ഗവർണറും SFIയും രണ്ടും കൽപ്പിച്ചാണ്. ഇത്രയേറെ പോലീസ് ക്യാമ്പസിൽ 1/4 നൂറ്റാണ്ടിന് ശേഷം ഇതാദ്യം. കാലിക്കറ്റ് സർവകലാശാല സെമിനാർ കോംപ്ലക്സ് ആണ് ഇന്നത്തെ ശ്രദ്ധാകേന്ദ്രം. സനാതന ധർമ്മപീഠവും ഭാരതീയ വിചാര കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്യാൻ ഗവർണർ എത്തുമ്പോൾ SFI ഏത് രീതിയിൽ പ്രതിഷേധിക്കുമെന്നാണ് അറിയേണ്ടത്. എൻ്റെ പിറകിലായി കാണുന്ന യൂണിവേഴ്സിറ്റി സെമിനാർ കോംപ്ലക്സിൽ ഇന്ന് വൈകിട്ട് 3:30 ഗവർണർ പങ്കെടുക്കുന്ന സെമിനാർ. SFI പ്രതിഷേധം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ കനത്ത സുരക്ഷാ വലയത്തിലാണ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ്. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന്റെ പുനർനിയമനത്തോടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തുടക്കമിട്ട സർക്കാർ ഗവർണർ പരസ്യ ഏറ്റുമുട്ടലിന്റെ പുതിയ തലം കൂടിയാണിത്. സമാധാന അന്തരീക്ഷം തകർക്കാൻ ഗവർണർ ശ്രമിക്കുന്നെന്ന് മുഖ്യമന്ത്രി ആരോപിക്കുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞുവിട്ട ഗുണ്ടകളാണ് തന്നെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്നാണ് ഗവർണർ ആവർത്തിക്കുന്നത്. ജയപ്രകാശിനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം, കോഴിക്കോട്.